ഹായ് മക്കളെ, ഇന്നത്തെ ഇംഗ്ലീഷ് ക്ലാസ് എല്ലാവരും കണ്ടുവല്ലോ അല്ലേ? എന്തൊക്കെ തുടർപ്രവർത്തനങ്ങളായിരുന്നു നമുക്കിന്ന് തന്നിരിക്കുന്നത്? പ്രാക്ടീസ് ദ ടങ് ട്വിസ്റ്റർ, കംപ്ലീറ്റ് ദ വേർഡ് വെർബ് ഐ, ഫ്രെയിം സെൻറ്റൻസസ് യൂസിങ് ദ വേർഡ് ലുക്ക്, സീ, സ്റ്റെയർ, വാച്ച്, ഗെയ്സ് ആൻഡ് പീപ്പ്. സീക്വൻസ് ദ കോൺവെർസേഷൻ കറക്റ്റ്ലി. അതിൽ ഒന്നാമത്തെ പ്രവർത്തനം നോക്കാം. പ്രാക്ടീസ് ദ ടങ് ട്വിസ്റ്റർ. നോക്കിയേ, ഏതായിരുന്നു? യു സ്ക്രീം, ഐ സ്ക്രീം, വി ഓൾ സ്ക്രീം ഫോർ ഐസ്ക്രീം. ഇത് തെറ്റാതെ, നാക്ക് തടയാതെ, സ്പീഡിൽ പല പ്രാവശ്യം നിങ്ങൾ പറഞ്ഞു നോക്കുക. ഒന്നുകൂടെ പറയാം. യു സ്ക്രീം, ഐ സ്ക്രീം, വി ഓൾ സ്ക്രീം ഫോർ ഐസ്ക്രീം. അടുത്ത പ്രവർത്തനം, കംപ്ലീറ്റ് ദ വേർഡ് വെർബ് ഐ. ഇത് നമ്മുടെ ടെക്സ്റ്റിൽ പേജ് നമ്പർ 54 പ്രവർത്തനമാണ്. കണ്ടോ? നോക്കാം. ഈ ബോക്സിൽ ചില വാക്കുകൾ തന്നിട്ടുണ്ട്. ഇത് നമ്മുടെ ഐയുമായിട്ട് ബന്ധപ്പെട്ട്, നമ്മുടെ കണ്ണുമായി ബന്ധപ്പെട്ട വേർഡ് കണ്ടുപിടിച്ച് അത് ഈ കോളത്തിൽ എഴുതുവാനാണ് പ്രവർത്തനം. അതിൽ ഒന്നാമത്തെ വേർഡ് ഏതാണ്? ടച്ച്. ടച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? തൊടുക. ലുക്ക്, നോക്കുക. അത് കണ്ണുമായിട്ട് ബന്ധപ്പെട്ടതാണോ? ലുക്ക്, നോക്കുക എന്നുള്ളത് കണ്ണുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അടുത്തത് ബ്രീത്ത്. എന്താണ് ബ്രീത്ത്? ശ്വസിക്കുക. കണ്ണുമായിട്ട് ബന്ധപ്പെട്ടതാണോ? അല്ല അല്ലേ? അപ്പോൾ ഇനി പറയുന്നത് നിങ്ങൾ പറയണം, കണ്ണുമായിട്ട് ബന്ധപ്പെട്ടതാണോ അല്ലയോ എന്ന്. നെക്സ്റ്റ്, വാച്ച്. കണ്ണുമായിട്ട് ബന്ധപ്പെട്ടതാണല്ലേ. വ്യൂ, അതെ, കണ്ണുമായിട്ട് ബന്ധപ്പെട്ടതാണ്. തിങ്ക്. തിങ്ക് എന്താണ്? ചിന്തിക്കുക. അത് കണ്ണുമായിട്ട് ബന്ധമുണ്ടോ? ഇല്ല. ഒബ്സേർവ്. ഒബ്സേർവ് എന്ന് വെച്ചാൽ എന്താണ്? നിരീക്ഷിക്കുക. എന്തുകൊണ്ടാണ് നമ്മൾ നിരീക്ഷിക്കുന്നത്? കണ്ണുപയോഗിച്ചാണ് നിരീക്ഷിക്കുന്നത്. ടേസ്റ്റ്. അതെന്തുപയോഗിച്ചാണ് നമ്മൾ ടേസ്റ്റ് ചെയ്യുന്നത്? നമ്മുടെ ടങ് ഉപയോഗിച്ചാണ് അല്ലേ. ദെൻ ഈറ്റ്. ആഹാരം കഴിക്കുക. അത് നമ്മുടെ മൗത്ത് ഉപയോഗിച്ചാണ്. സ്കാൻ. എന്താണ് സ്കാൻ? അതായത് നമ്മൾ സൂക്ഷ്മമായി എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ കണ്ണുകൊണ്ട് ചെയ്യുന്നതാണ് സ്കാൻ. ഓക്കെ. ദെൻ ഫീൽ. എന്തിനെങ്കിലും നമുക്ക് ഫീൽ ചെയ്യുക എന്ന് പറയില്ലേ. ദെൻ ഇൻസ്പെക്ട്. ഇൻസ്പെക്ട് മീൻസ് പരിശോധിക്കുക. നമ്മൾ കണ്ണുകൊണ്ട് ചെയ്യുന്ന ഒരു ജോലിയാണ് ഇൻസ്പെക്ട്. ദെൻ സീ, കാണുക. അതും കണ്ണുകൊണ്ടുള്ളതാണ്. സ്മെൽ. എന്തുകൊണ്ടാണ് സ്മെല്ല് ചെയ്യുന്നത്? നോസ് കൊണ്ടാണല്ലേ. ദെൻ അടുത്ത വാക്ക് ഐ. അത് നമുക്കിവിടെ എഴുതണം. ഐയുടെ നേരെ ഐ എന്ന് എഴുതുക. അടുത്തത് സ്പീക്ക്, സംസാരിക്കുക. കണ്ണുമായിട്ട് ബന്ധമുള്ളതാണോ? അല്ല. അപ്പോൾ ഈ വെബ് നമ്മൾ പൂർത്തീകരിച്ചിരുന്നു. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പൂർത്തീകരിച്ചിരുന്നു. അത് നമുക്കൊന്ന് നോക്കാം. ഇതല്ലായിരുന്നു നമ്മൾ ഇന്ന് ക്ലാസ്സിൽ കംപ്ലീറ്റ് ചെയ്ത് ഐസിൻ്റെ വെബ് ഇതായിരുന്നു. ഇത് നിങ്ങളിതുപോലെ വരച്ച് നിങ്ങളുടെ നോട്ട്ബുക്കിൽ ചെയ്യുമല്ലോ. അടുത്ത പ്രവർത്തനം, ഫ്രെയിം സെൻറ്റൻസസ് യൂസിങ് ദ വേർഡ് ലുക്ക്, സീ, സ്റ്റെയർ, വാച്ച്, ഗെയ്സ് ആൻഡ് പീപ്പ്. ഇത്രയും വാക്കുകൾ ഉപയോഗിച്ച് നമ്മൾ സെൻറ്റൻസ് രൂപീകരിക്കണം. ഇതിൻ്റെയൊക്കെ മീനിങ് വളരെ കൃത്യമായി ക്ലാസ്സിൽ പറഞ്ഞു തന്നിരുന്നു അല്ലേ. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 54 പ്രവർത്തനം തന്നെയാണ്. ഫ്രെയിം സെൻറ്റൻസസ് യൂസിങ് ദ വേർഡ് ഗിവൺ ഇൻ ദ ബോക്സസ്. ബോക്സിൽ ചില വാക്കുകൾ തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ സെൻറ്റൻസ് ഉണ്ടാക്കണം. ലുക്ക്, സീ, സ്റ്റെയർ, വാച്ച്, ഗെയ്സ്, പീപ്പ്. ഇതെല്ലാം നമ്മൾ നമ്മുടെ കണ്ണുപയോഗിച്ച് പലതരത്തിലുള്ള നോട്ടമാണ് അല്ലേ. ലുക്ക് എന്ന് വെച്ചാൽ നമ്മൾ നോക്കുക എന്നുള്ളതാണ്. സീ, കാണുക. സ്റ്റെയർ, അത് നമ്മൾ എന്ത് ചെയ്യും? തുറിച്ച് നോക്കുന്നു. വാച്ച്, നമ്മൾ ടി വി ഒക്കെ വാച്ച് ചെയ്യത്തില്ലേ, ടി വി കാണുക, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വാച്ച് പറയും. ഗെയ്സ് എന്താണ്? നോട്ടം. അതുപോലെ പീപ്പ്. പീപ്പ് ടീച്ചർ പറഞ്ഞു, പതുങ്ങി നിന്ന് നമ്മൾ ഒളിച്ചു നോക്കില്ലേ, അതിനാണ് പീപ്പ് എന്ന് പറയുന്നത്. ഇത് വെച്ചിട്ടുള്ള സെൻറ്റൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് സെൻറ്റൻസ് ലുക്ക് വെച്ച് എഴുതിയേക്കുന്നു. ഹീ ലുക്ക്ഡ് ഹിസ് ഫാദർ ഹോപ്പ്ഫുള്ളി. പ്രതീക്ഷയോടുകൂടി അവൻ്റെ അച്ഛനെ നോക്കി. എന്തെങ്കിലും ഒരു കാര്യം സാധിച്ചു തരാൻ വേണ്ടിയിട്ട് നമ്മൾ റിക്വസ്റ്റ് ചെയ്തിട്ട് പ്രതീക്ഷയോട് നോക്കി നിൽക്കില്ലേ, അതിനാണ് പറയുന്നത് ഹീ ലുക്ക്ഡ് ഹിസ് ഫാദർ ഹോപ്പ്ഫുള്ളി. വളരെ പ്രതീക്ഷയോടെ അവൻ്റെ അച്ഛനെ നോക്കി നിന്നു. സെക്കൻഡ് സെൻറ്റൻസ്, ഐ സീ മൈ ഫ്രണ്ട്. ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കണ്ടു അല്ലെങ്കിൽ കാണുന്നു. നെക്സ്റ്റ് സെൻറ്റൻസ്, ഹീ സ്റ്റേഡ് ഹിസ് സിസ്റ്റർ ഫോർ എ ഫ്യൂ മിനിറ്റ്. കുറച്ച് നേരം അവൻ്റെ സിസ്റ്ററിനെ ഇങ്ങനെ തുറിച്ച് നോക്കിക്കൊണ്ട് നിന്നു. നമ്മളൊക്കെ ഇടയ്ക്ക് ചെയ്യുന്നതാണല്ലേ, ദേഷ്യം വരുമ്പോഴൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇനി നാലാമത്തേത് നോക്കുക. ചിൽഡ്രൻ ആർ വാച്ചിങ് ടെലിവിഷൻ. കുട്ടികൾ
ടി വി കാണുന്നു. അടുത്തത് നോക്കുക. എ ബോയ് വാസ് ഗേസിങ് അറ്റ് അസ്. ഒരു ആൺകുട്ടി ഞങ്ങളെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു. ഓക്കെ. ലാസ്റ്റ് സെൻറ്റൻസ് പീപ്പ് ചേർത്താണ്. എ വുമൺ ഈസ് പീപ്പിംഗ് ത്രൂ ദ വിൻഡോ. ഒരു സ്ത്രീ ജനലിനിടയിൽ കൂടി ഒളിഞ്ഞു നോക്കുന്നു. ഓക്കെ. ഇനിയും കൂടുതൽ സെൻറ്റൻസ് കണ്ടുപിടിച്ച് നിങ്ങളുടെ നോട്ട് ബുക്കിൽ കൂടുതൽ സെൻറ്റൻസ് എഴുതി ചേർക്കണം. നെക്സ്റ്റ് ആക്ടിവിറ്റി, സീക്വൻസ് ദ കോൺവെർസേഷൻ കറക്റ്റ്ലി. അരുന്ധതിയും അന്നയും തമ്മിലുള്ള കോൺവെർസേഷൻ ഷഫിൾ ചെയ്ത് തന്നിരുന്നു. അത് നമ്മൾ കറക്റ്റ് ചെയ്ത് എഴുതുക എന്നതായിരുന്നു. നോക്കാം നമുക്ക്. നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് ആ കോൺവെർസേഷൻ തമ്മിൽ ചേർത്ത് വരച്ചിരിക്കുകയാണ്. ഒന്നാമത്തെ നോക്കുക. ദാറ്റ് നോട്ടി ബോയ് ഹി ഓവർടേൺ മൈ ബോട്ട്. ആ വികൃതി പയ്യൻ എൻ്റെ ബോട്ട് കീഴ്മേൽ മറിച്ചു. അപ്പോൾ അരുന്ധതിയുടെ പ്രതികരണം എന്തായിരുന്നു? ഡോണ്ട് വറി, ഐ വിൽ മേക്ക് അനദർ വൺ ഫോർ യു. രണ്ടാമത്തെ നോക്കൂ. വൈ കാൻ ഹി മേക്ക് ദം ഹിംസെൽഫ്? ഹീ സോ ബിഗ്. അവന് തനിയെ ബോട്ടുണ്ടാക്കിയാൽ എന്താ, അവൻ ഒത്തിരി വലുതല്ലേ. അപ്പോൾ ആൻറ്റിയുടെ മറുപടി എന്തായിരുന്നു? മേ ബി നോ വൺ ഹാസ് ടോട്ട് ഹിം ഹൗ ടു മേക്ക് ബോട്ട്. അവനെ ആരും പഠിപ്പിച്ച് കാണില്ല, ബോട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ആരും പഠിപ്പിച്ച് കാണില്ല. മൂന്നാമത്തെ സെൻറ്റൻസ് നോക്കൂ. വാട്ട് ഇഫ് ഹി ടേക്ക് ദാറ്റ് വൺ ടു. അവൻ ആ പേപ്പർ ബോട്ട് എടുത്താൽ എന്ത് ചെയ്യും? അതിന് ചേർത്ത് വരച്ചിരിക്കുന്നത് നോക്കൂ. ലാസ്റ്റ് വൺ ഏതാണ്? ഓക്കെ, ദെൻ ഐ വിൽ മേക്ക് എ ഫ്യൂ മോർ യു. ഓക്കെ, ദെൻ ഐ വിൽ മേക്ക് എ ഫ്യൂ മോർ ഫോർ യു. നിനക്ക് അപ്പോൾ ഞാൻ വേറെ ഉണ്ടാക്കിത്തരാം, കൂടുതൽ ഉണ്ടാക്കിത്തരാം. ഇനി നാലാമത്തെ സെൻറ്റൻസ്. ബട്ട് വൈ ഷുഡ് യു മേക്ക് ബോട്ട് ഫോർ ഹിം? പക്ഷേ എന്തിനാണ് ആൻറ്റി അവന് ബോട്ടുണ്ടാക്കി കൊടുക്കുന്നത്? അതിനുള്ള മറുപടി നോക്കൂ, ചേർത്ത് എഴുതിയിട്ടുണ്ട്. ഏതാണ്? ഹീ സീംസ് ടു ബി എ പുവർ ചൈൽഡ്. അവനൊരു പാവപ്പെട്ട കുട്ടിയാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് പേപ്പർ ബോട്ട് ഉണ്ടാക്കി കൊടുക്കാൻ അരുന്ധതി തീരുമാനിച്ചത്. ദെൻ ലാസ്റ്റ് സെൻറ്റൻസ്. വാട്ട് ഇഫ് ഹീ ടേക്ക് ഓൾ ഓഫ് ദം. അവനതെല്ലാം എടുത്തുകൊണ്ട് പോയാൽ എന്ത് ചെയ്യും? അപ്പോൾ എന്താണ് അരുന്ധതി ആൻറ്റിയുടെ മറുപടി? നോ, ഹീ വോണ്ട്. ഐ വിൽ മേക്ക് എ ഫ്യൂ ഫോർ ഹിം ആസ് വെൽ. ഏയ്, അവൻ അങ്ങനെ ചെയ്യില്ല, ഞാൻ അവന് വേണ്ടിയും കുറച്ച് ബോട്ടുകൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഓക്കെ, മനസ്സിലായല്ലോ? ഇതുപോലെ നിങ്ങൾ നോട്ട്ബുക്കിൽ ചെയ്യുമല്ലോ. ഇനി നമുക്ക് ഇന്ന് ക്ലാസ്സിൽ ഒരു പാസേജ് പരിചയപ്പെട്ടിരുന്നു അല്ലേ? ഈ പാസേജ് ഒന്ന് വായിച്ച് അതിൻ്റെ മീനിങ് കൂടി ഒന്ന് നോക്കാം. പേജ് നമ്പർ 39. ഓക്കെ, നമുക്ക് ഇന്ന് പരിചയപ്പെട്ട പാസേജ് ഇതായിരുന്നുവല്ലോ. ഇതിലൂടെ ഒന്ന് കടന്നു പോകാം. എ സൊല്യൂഷൻ. എന്താണ് സൊല്യൂഷൻ? പരിഹാരം. എ സൊല്യൂഷൻ, ഒരു പരിഹാരം. അന്നാസ് ഓണ്ട് അരുന്ധതി വാസ് സിറ്റിംഗ് ഇൻ ആൻ ആം ചെയർ. അന്നയുടെ ആൻറ്റി അരുന്ധതി വാസ് സിറ്റിംഗ്, ഇരിക്കുന്നു. എവിടെയാണ് ഇരിക്കുന്നത്? ഇൻ ആൻ ആം ചെയർ. ആം ചെയർ എന്ന് വെച്ചാൽ നമ്മുടെ ചാരുകസേര. പണ്ട് കാലത്തൊക്കെ നമ്മുടെ വീടുകളിലുണ്ടായിരുന്നു ചാരുകസേര, ഇങ്ങനെ കൈയൊക്കെ വെച്ച് ഇരിക്കാൻ പറ്റുന്ന കസേര. ഓക്കെ. അന്നാസ് ഫേസ് വാസ് റെഡ് വിത്ത് ആങ്കർ. അന്നയുടെ ഫേസ് ഇപ്പം എങ്ങനെയാണ്? റെഡ് വിത്ത് ആങ്കർ, ദേഷ്യം കൊണ്ട് ചുവന്നിരിക്കുന്നു. ഷീ പൗട്ടഡ് ഹെർ ലിപ്സ്. അവളുടെ ചുണ്ട് പിളർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ചുണ്ട് സങ്കടം വരുമ്പോൾ നമ്മൾ കൂർപ്പിച്ച് പിടിക്കുക, പിളർത്തുക എന്നൊക്കെ പറയില്ലേ, അതാണ് പൗട്ടഡ്. ഓക്കെ, പൗട്ടഡ് ഹെർ ലിപ്സ് ആൻഡ് സെഡ്. അങ്ങനെ ചുണ്ട് പിളർത്തിക്കൊണ്ട് എന്താണ് പറഞ്ഞത്? ദാറ്റ് നോട്ടി ബോയ് ഹി ഓവർടേൺ മൈ ബോട്ട്. എന്ത് പറഞ്ഞു? ദാറ്റ് നോട്ടി ബോയ്, ആ കുസൃതിക്കാരൻ പയ്യൻ, ഹി ഓവർടേൺ മൈ ബോട്ട്, എൻ്റെ ബോട്ട് കീഴ്മേൽ മറിച്ചു. ഷീ സെഡ്, അവൾ പറഞ്ഞു. ഡോണ്ട് വറി, ഐ വിൽ മേക്ക് അനദർ വൺ ഫോർ യു. ഓണ്ട് അരുന്ധതി ട്രൈഡ് ടു കൺസോൾ ഹെർ. ഡോണ്ട് വറി. എന്താണ് ഡോണ്ട് വറി? വിഷമിക്കണ്ട. ഐ വിൽ മേക്ക് അനദർ വൺ ഫോർ യു. നിനക്ക് ഞാൻ മറ്റൊന്നുണ്ടാക്കി തരാം. ഓണ്ട് അരുന്ധതി ട്രൈഡ് ടു കൺസോൾ ഹെർ. കൺസോൾ മീൻസ് ആശ്വസിപ്പിക്കുക. അരുന്ധതി നമ്മുടെ അന്നയെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. വാട്ട് ഇഫ് ഹി ടേക്ക് ദാറ്റ് വൺ ടു. അവൻ അതും എടുത്താൽ എന്താ ചെയ്യും? ഓക്കെ, ഐ വിൽ മേക്ക് എ ഫ്യൂ മോർ ഫോർ യു.
അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? നിനക്ക് വേറെ ഉണ്ടാക്കി തരാം. വാട്ട് ഇഫ് ഹി ടേക്ക് ഓൾ ഓഫ് ദം? അവൻ അതെല്ലാം എടുക്കുകയാണെങ്കിലോ? നോ, ഹി വോണ്ട്. ഏയ്, അവൻ അങ്ങനെ ചെയ്യില്ല. ഐ വിൽ മേക്ക് എ ഫ്യൂ ഫോർ ഹിം ആസ് വെൽ. ഞാൻ അവനും കൂടി ഏതാനും എണ്ണം ഉണ്ടാക്കാം. ബട്ട് വൈ ഷുഡ് യു മേക്ക് ബോട്ട് ഫോർ ഹിം? പക്ഷേ എന്തിനാണ് ആൻറ്റി അവന് ബോട്ട് ഉണ്ടാക്കുന്നത്? ഹീ സീംസ് ടു ബി എ പുവർ ചൈൽഡ്. അവനൊരു സാധു കുട്ടിയാണെന്ന് തോന്നുന്നു. ദെൻ വൈ കാൻറ്റ് ഹീ മേക്ക് ദം ഹിംസെൽഫ്? ഹീ ഈസ് സോ ബിഗ്. വൈ കാൻ ഹീ മേക്ക്? അവൻ എന്തുകൊണ്ട് ഉണ്ടാക്കിക്കൂടാ? ദം ഹിംസെൽഫ്, അവന് സ്വയം ബോട്ട് എന്തുകൊണ്ട് ഉണ്ടാക്കിക്കൂടാ? ഹീ ഈസ് സോ ബിഗ്, അവൻ ഒത്തിരി വലുതാണ്. മേ ബി നോ വൺ ഹാസ് ടോട്ട് ഹിം ഹൗ ടു മേക്ക് പേപ്പർ ബോട്ട്. ഒരു പക്ഷേ മേ ബി മീൻസ് ഒരു പക്ഷേ നോ വൺ ഹാസ് ടോട്ട്, അവനെ ആരും പഠിപ്പിക്കാനില്ലായിരിക്കും. ഹൗ ടു മേക്ക് ബോട്ട് എങ്ങനെ ഉണ്ടാക്കണമെന്ന് അവനെ പഠിപ്പിക്കാൻ ആരും ഇല്ലായിരിക്കും. വൈ ഡസൻ ഹി ഗോ ടു സ്കൂൾ? എന്താ അവന് സ്കൂളിൽ പോയിക്കൂടെ? ഹീ ഈസ് സോ റൂഡ്, അവൻ ഒത്തിരി പരുക്കനാണ്. റൂഡ് മീൻസ് പരുക്കൻ അല്ലെങ്കിൽ പരുഷമായ സ്വഭാവമുള്ളവൻ എന്നാണ് റൂഡ്. ഓണ്ട് അരുന്ധതി ജസ്റ്റ് സ്മൈൽ. ഇത് കേട്ടിട്ട് അരുന്ധതി എന്ത് ചെയ്തു? പുഞ്ചിരിക്കുക മാത്രം ചെയ്തു. ഓക്കെ, ഈ പാസേജാണ് നമ്മൾ ഇന്ന് പരിചയപ്പെട്ടത്. ഇനി ഇതിൽ കുറച്ച് ന്യൂ വേർഡ്സ് ഉണ്ട്, അതിൻ്റെ മീനിങ് നമുക്കൊന്ന് നോക്കാം. നോക്കുക. ആം ചെയ്യൽ, ചാരുകസേര, ആങ്കർ ദേഷ്യം, പൗട്ടൽ നീരസം പ്രകടിപ്പിക്കാൻ, ചുണ്ടു പിളർത്തുക, നോട്ടി കുസൃതിയായ, ഓവർടേൺ കീഴ്മേൽ മറിച്ചു, കൺസോൾ ആശ്വസിപ്പിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരുന്നെന്ന് വിശ്വസിക്കുന്നു. ക്ലാസ് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തുക.